നമസ്കാരം. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ലോക പ്രശസ്ത പുസ്തകത്തിൻ്റെ മലയാള സംഗ്രഹത്തിലെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫിനാൻസ് അറിവുകളും ബുക്ക് സംഗ്രഹങ്ങളും തുടർച്ചയായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ഭാഗത്തിൽ റിച്ച് ഡാഡ് പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും ഒന്നായി ചേർത്ത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന് നാം പഠിക്കും. തുടങ്ങാം. സമ്പത്ത് ഒരു ലക്ഷ്യമല്ല, ഒരു സിസ്റ്റമാണ്. പലരും കരുതുന്നത് സമ്പത്ത് ഒരിക്കൽ എത്തിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യമാണെന്നാണ്. പക്ഷേ റിച്ച് ഡാഡ് പറയുന്നു, സമ്പത്ത് ഒരു ലക്ഷ്യമല്ല, അത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ശരിയായി പ്രവർത്തിച്ചാൽ പണം സ്വാഭാവികമായി ഒഴുകിവരും. സമ്പന്നർ ദിവസേന ആസ്തികൾ കൂട്ടുന്ന സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നു. പാവപ്പെട്ടവർ ദിവസേന ചെലവുകൾ കൂട്ടുന്ന ശീലങ്ങൾ തുടരുന്നു. ഈ വ്യത്യാസമാണ് ജീവിതം മാറ്റുന്നത്. പണം പ്രശ്നമല്ല, അറിവില്ലായ്മയാണ് പ്രശ്നം. പലരും പറയുന്നു, എനിക്ക് പണമില്ല. റിച്ച് ഡാഡ് പറയുന്നു, പണമില്ലായ്മ ഒരു പ്രശ്നമല്ല, പണം കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലായ്മയാണ് പ്രശ്നം. പണം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണ്. എന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ, വളർത്താൻ, ഉപയോഗിക്കാൻ അറിയുന്നവർക്കാണ് അത് സേവകനാകുന്നത്. മറ്റുള്ളവർക്കത് അധിപനാകും. തീരുമാനങ്ങൾ എടുക്കുന്നത് വൈകുന്നവർ ജീവിതത്തിൽ പിന്നിലാകും. സമ്പന്നർ കാത്തിരിക്കാറില്ല. അവർ പഠിക്കുന്നു, കണക്കാക്കുന്നു, തീരുമാനമെടുക്കുന്നു. പിശകുകൾ വരുമെന്ന് അവർക്കറിയാം. പക്ഷെ അവർ പിശകുകളെ അധ്യാപകരായി കാണുന്നു. ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നതും ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ അത് സാധാരണയായി പിന്നോട്ടുള്ള തീരുമാനമായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. റിച്ച് ഡാഡ് പറയുന്ന മറ്റൊരു പ്രധാന പാഠം നിങ്ങൾ ചുറ്റും ആരെയാണ് വെച്ചിരിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ചിന്തയെ ചെറുതാക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെ വളർത്തുന്ന ആളുകളാണോ? സമ്പന്നർ എപ്പോഴും തങ്ങളെക്കാൾ മുന്നിലുള്ളവരോട് ചേർന്ന് നിൽക്കും. അവർ ചോദിക്കും, കേൾക്കും, പഠിക്കും. അത് അവരുടെ ചിന്തയെ തന്നെ ഉയർത്തും. ഭയം, സംശയം, അലസത എന്ന 3 ശത്രുക്കൾ, സമ്പത്ത് നേടാനുള്ള വഴിയിൽ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവയാണ്. ഭയം നിങ്ങളെ നിർത്തും. സംശയം നിങ്ങളെ വൈകിക്കും. അലസത നിങ്ങളെ പിന്നിലാക്കും. റിച്ച് ഡാഡ് പറയുന്നു, ഈ 3 കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ. അത് പ്രവർത്തനമാണ്. ഇപ്പോൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനം പോലും ഭാവിയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഇന്ന് തുടങ്ങുന്ന ചെറിയ ആസ്തി, നാളെയുടെ സ്വാതന്ത്ര്യം. സമ്പത്തൊരിക്കലും ഒരു വലിയ ചുവടുവയ്പിൽ നിന്ന് തുടങ്ങുന്നില്ല. അത് ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ചെറിയ നിക്ഷേപം, ഒരു പുതിയ സ്കിൽ, ഒരു സൈഡ് ഇൻകം ശ്രമം. ഇന്ന് ചെറുതായി തുടങ്ങുന്നവരാണ് നാളെ സ്വതന്ത്രരാകുന്നത്. റിച്ച് ഡാഡ് നൽകുന്ന അവസാന സന്ദേശം. റിച്ച് ഡാഡ് പറയുന്നു, നിങ്ങൾക്ക് ജീവിതം മുഴുവൻ സുരക്ഷ വേണമെങ്കിൽ ജോലി ചെയ്യൂ. പക്ഷെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ പണത്തെക്കുറിച്ച് പഠിക്കൂ. സുരക്ഷ നിങ്ങൾക്ക് പരിധികൾ നൽകും. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സാധ്യതകൾ നൽകും. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഇതാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് പുസ്തകത്തിലെ അവസാനവും ഏറ്റവും ശക്തവുമായ പാഠങ്ങൾ. പണം നിങ്ങൾക്കായി ജോലി ചെയ്യട്ടെ. ആസ്തികൾ വർദ്ധിപ്പിക്കൂ. കഴിവുകൾ വളർത്തൂ. ഭയത്തെ വിട്ട് പഠിക്കാൻ തയ്യാറാകൂ. ഈ റിച്ച് ഡാഡ് പൂർ ഡാഡ് സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക യാത്ര ഇന്ന് തുടങ്ങട്ടെ. നന്ദി.